ഡെസ്ക് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വുഡ് യു മൈൻഡും ഡു യു മൈൻഡും പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കേട്ടത് വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വെർബ് ing വരണം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഡു യു മൈൻഡ് കഴിഞ്ഞാൽ വെർബ് ing വരണം. ഇപ്പോൾ നമുക്ക് വുഡ് യു മൈൻഡിനോട് ഇഫ് ചേർന്നിട്ടുണ്ട്, ഡു യു മൈൻഡിനോട് ഇഫ് ചേർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് കണ്ടെത്താം. വരും. വുഡ് യു മൈൻഡ് ഇഫ് കഴിഞ്ഞു വരുന്ന വെർബ് പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ഡു യു മൈൻഡ് ഇഫ് കഴിഞ്ഞു വരുന്ന വെർബ് പ്രസന്റ് ടെൻസ് ആയിരിക്കണം. ഇതാണ് വുഡ് യു മൈൻഡ് ഇഫും ഡു യു മൈൻഡ് ഇഫും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഡു യു മൈൻഡ് ഇഫ് ഐ ഡാഷ് ബൈ ദ ഡോൾ മൈസെൽഫ്. ഇവിടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഡു യു മൈൻഡ് ഇഫ്. ഇവിടെ വെർബ് ഏതാ? ബൈ. ഡു യു മൈൻഡ് ഇഫ് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് വെർബ് ഏത് ടെൻസ് ആയിരിക്കണം? പ്രസന്റ്. അപ്പോൾ ബൈ എന്ന് പറയുന്ന ഈ വെർബിന്റെ പ്രസന്റ് രൂപം എന്ത് തന്നെയാണ്? ബൈ. ബി യു വൈ. വുഡ് യു മൈൻഡ് ഇഫ് ഐ ബൈ ദ ഡോൾ മൈസെൽഫ്. അടുത്ത നോക്കൂ. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡാഷ് ബൈ ദ ഡോൾ മൈസെൽഫ്. ഇവിടെ വുഡ് യു മൈൻഡ് ഇഫ് ആണ്. ഇവിടെ ഉപയോഗിച്ച വെർബ് ഏതാ? ബൈ. ഇവിടെ ഈ ബൈ തന്നെയാണ്. നേരത്തെ പറഞ്ഞു വുഡ് യു മൈൻഡ് ഇഫ് ഉപയോഗിക്കുമ്പോൾ വെർബ് പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. അപ്പോൾ ഈ ബൈയുടെ പാസ്റ്റ് ടെൻസ് എന്താ? ബോട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. വളരെ ഈസി ട്രിക്കുകളാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കി കോമ്പറ്റീറ്റീവ് പരീക്ഷകളിൽ, മത്സര പരീക്ഷകളിൽ, അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് വുഡ് യു മൈൻഡ് ഇഫ്, ഡു യു മൈൻഡ് ഇഫ് എന്നിവ. അടുത്ത നോക്കൂ. നമ്മൾ ഫിൽ ചെയ്യാൻ വേണ്ടി വേറെ 3 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഡാഷ് ഐ ആസ്ക്ഡ് യു ടു സ്കെച്ച് ആൻ ഇമേജ് ഓഫ് ഹിം. ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? വുഡ് യു മൈൻഡ് ഇഫ് ആണോ ഡു യു മൈൻഡ് ഇഫ് ആണോ എന്ന് മനസ്സിലാക്കി എഴുതാനാണ്. ഇവിടെ സബ്ജക്ട് കഴിഞ്ഞിട്ട് വെർബ് ഏതാ? ആസ്ക്ഡ്. സബ്ജക്ട് കഴിഞ്ഞ വെർബ് ആസ്ക്ഡ് വരണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വുഡ് യു മൈൻഡ് ഇഫ് എന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. വുഡ് യു മൈൻഡ് ഇഫ്. തൊട്ട് മുകളിൽ കണ്ടല്ലോ നമ്മൾ ബോട്ട് ഉപയോഗിച്ചത്. വുഡ് യു മൈൻഡ് ഇഫ് ബോട്ട്, ഐ ബോട്ട്. അതുപോലെ വുഡ് യു മൈൻഡ് ഇഫ് ഐ ആസ്ക്ഡ്. അടുത്തെന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഡു യു മൈൻഡ് ഡാഷ് പാസ്. ഇവിടെ ഡു യു മൈൻഡേ ഉള്ളൂ, ഇഫ് ഇല്ല. അതിനാൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട ഒരു കാര്യം ഓർമ്മ വേണം. ഡു യു മൈൻഡ് കഴിഞ്ഞാൽ വെർബ് ing. അപ്പോൾ ഇവിടെ എന്താ എഴുതുന്നത് നമ്മൾ? പാസ് എന്ന വെർബിന്റെ ing ഉപയോഗിക്കണം. പാസിംഗ്. എന്ത് ഉപയോഗിക്കും? പാസിംഗ്. ഡു യു മൈൻഡ് പാസിംഗ് മീ എ ഷീറ്റ് ഓഫ് പേപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡാഷ് ഇഫ് ഐ ആസ്ക് യു എ ഫേവർ ഇൻ റിട്ടേൺ. ഇവിടെ ഇഫ് ഉപയോഗിച്ചിട്ടുണ്ട്. ഡു യു മൈൻഡ് ആണോ വുഡ് യു മൈൻഡ് ആണോ എന്ന് മാത്രം അവിടെ എഴുതിയാൽ മതി. എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് കഴിഞ്ഞ വെർബ് ഏതാ? ആസ്ക് എന്നാണ്. ആസ്ക് എന്ന് പറയുമ്പോൾ ടെൻസ് എന്താ? പ്രസന്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ പ്രസന്റ് വെർബ് വരണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഡു യു മൈൻഡ്. ഡു യു മൈൻഡ് ഇഫ് ഐ ആസ്ക്. മനസ്സിലായല്ലോ. ഡു യു മൈൻഡ് ഇഫ് ഐ ആസ്ക്. ഇതാണ് വുഡ് യു മൈൻഡ് ഇഫും ഡു യു മൈൻഡ് ഇഫും എന്ന എക്സ്പ്രഷൻസ് ഉപയോഗിക്കേണ്ട വിധം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ക്ലാസ് ആവർത്തിച്ച് കേൾക്കുക. ഈ ക്ലാസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ് വിത്ത് ഡെസ്ക് എന്ന ചാനലിനോടൊപ്പം എല്ലാവരും ഫോളോ ചെയ്യാൻ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്.